ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ചതിൽ മെഡിക്കൽ ഡോക്ടർമാരുടെ വാദം തള്ളി രക്തപരിശോധനാ ഫലം. വേണുവിന്റെ ക്രിയാറ്റിൻ അളവ് കൂടുതലായതിനാൽ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു ഡോക്ടർമാരുടെ വാദം. എന്നാൽ ക്രിയാറ്റിൻ അളവ് സാധാരണ നിലവിലായിരുന്നുവെന്നാണ് രക്തപരിശോധനാ ഫലത്തിൽ പറയുന്നത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഡോക്ടർമാരുടെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രക്തപരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ വേണുവിൻ്റെ മരണത്തിന് പിന്നാലെ ഈ മെഡിക്കൽ കോളേജിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് പ്രധാനമായും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞാണ് വേണുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനാൽ ആൻജിയോഗ്രാം പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാദം. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഈ ക്രിയാറ്റിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലായിരുന്നു. അതിനാൽ ഈ ആൻജിയോഗ്രാമിൻ്റെ ഡൈ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല ക്രിയാറ്റിൻ്റെ അളവ് കുറയാതെ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം തന്നെ ഈ രക്തപരിശോധനാ ഫലത്തിൻ്റെ രേഖകൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും 2 ദിവസത്തെ രക്തപരിശോധനാ ഫലങ്ങളാണ് വരുന്നത്. അതായത് 1-ാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണുവിനെ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് 2-ാം തീയതിയും 3-ാം തീയതിയും വേണുവിൻ്റെ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ച ഘട്ടത്തിൽ സാധാരണ നിലയിലാണ്, ഒരു മനുഷ്യന് ഉണ്ടാകുന്ന സാധാരണ നിലയിൽ തന്നെയാണ് ക്രിയാറ്റിൻ്റെ അളവ് എന്നുള്ളതാണ്. അതായത് നിലവിൽ ഈ ക്രിയാറ്റിൻ്റെ അതായത് ഈ രക്തപരിശോധനാ ഫലത്തിൽ നിന്ന് മനസ്സിലാകുന്ന ആ അളവ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തടസ്സമല്ല എന്നുള്ളതാണ് ഡോക്ടർമാരടക്കം പറയുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധരായ ഡോക്ടറടക്കം പറയുന്നത്, ഈ ആൻജിയോഗ്രാം സാധാരണ ഈ ക്രിയാറ്റിൻ്റെ അളവ് വെച്ചുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അടിയന്തര പ്രാധാന്യമായ ഒരു കാര്യമായതിനാൽ തന്നെ, അടിയന്തരമായി തന്നെ ആൻജിയോഗ്രാം ചെയ്യേണ്ട വിഷയമായതിനാൽ തന്നെ മറ്റ് തടസ്സങ്ങളില്ല. ഈ ക്രിയാറ്റിൻ ലെവൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അടക്കം പറയുന്നത്. ഏതായാലും സാധാരണ നിലയിലാണ് നിലവിൽ ഈ ക്രിയാറ്റിൻ്റെ അളവ് എന്നുള്ളതാണ് ആ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. സാധാരണ നിലയിൽ 0.7 മുതൽ 1.4 വരെയാണ് ഈ ഒരു സാധാരണ മനുഷ്യൻ്റെ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രമാണ് വേണുവിൻ്റെ ഈ രക്തപരിശോധനാ ഫലത്തിൽ, അതായത് 2-ാം തീയതിയും 3-ാം തീയതിയും നടത്തിയ രക്തപരിശോധനാ ഫലത്തിൽ ക്രിയാറ്റിൻ്റെ അളവിൽ ഉള്ളത്. അപ്പോൾ ആ ക്രിയാറ്റിൻ്റെ അളവ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തടസ്സമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് അടക്കം പറയുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജ് ആവർത്തിച്ച് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇന്നലെയും കാർഡിയോളജി വിഭാഗം മേധാവി അടക്കം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, കൃത്യമായ ചികിത്സ നൽകിയിരുന്നു, എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിരുന്നു, അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം 24 മണിക്കൂർ കഴിഞ്ഞു, ഇഞ്ചക്ഷൻ അടക്കം നൽകിയ സാഹചര്യത്തിൽ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതടക്കം ആണ് കാർഡിയോളജി വിഭാഗം മേധാവി അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഏതായാലും അതിനെല്ലാം തള്ളി കുടുംബമടക്കം വരികയും ചെയ്തിരുന്നു. ഒരു തരത്തിലുമുള്ള ചികിത്സയും വേണുവിന് അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല. ഡോക്ടർമാരാണെങ്കിലും അവിടെയുള്ള നഴ്സുമാരാണെങ്കിലും ഒക്കെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. ആൻജിയോഗ്രാം ഇങ്ങനെ നീട്ടിവെക്കുന്ന കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വേണുവിനെ അയക്കുന്നത്. കാരണം അത്രയും പ്രശ്നമുള്ളൊരു കണ്ടീഷനാണ് വേണുവിന് ഉണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേ അത് ചെയ്യുന്നത് നീണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, വേണു തന്നെ തൻ്റെ മരണമൊഴി പോലെ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിടുന്നതൊക്കെ കണ്ടതാണ്. അതിൽ വേണു തന്നെ പറയുന്നുണ്ട്, തൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ആശുപത്രിയും ഡോക്ടർമാരുമാണ്, തന്നോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്, തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യം വേണു തൻ്റെ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ നമ്മൾ കേട്ടതാണ്. അതുതന്നെയാണ് വേണുവിൻ്റെ ഭാര്യയും വേണുവിനൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന ഭാര്യയും ഇന്നലെ മാധ്യമങ്ങളോടടക്കം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടും ഉടൻ തന്നെ ആരോഗ്യമന്ത്രിക്ക് നൽകും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അടക്കം മൊഴി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
ആന്റണി, അതുപോലെ തന്നെ ഇന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന വിവരം പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് ആരോഗ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. ഏതായാലും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം തുടരുകയാണ്. ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിലെ ഈ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ അടക്കം മൊഴി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നൽകുക. അതിനുശേഷമായിരിക്കും ഈ ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള കുടുംബത്തിൻ്റെ ആരോപണത്തിലടക്കം എന്തായിരിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അങ്ങനെ ഡോക്ടർമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും നടപടി, തുടർ നടപടി, സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്കൊക്കെ പോകുമോ എന്നുള്ള അടക്കം കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ആരോഗ്യമന്ത്രി പിന്നീട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് നിലവിലത്തെ ഒരു ധാരണ എന്ന് പറയുന്നത്. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ചതിൽ മെഡിക്കൽ ഡോക്ടർമാരുടെ വാദം തള്ളി ഇപ്പോൾ രക്തപരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. വേണുവിന്റെ ക്രിയാറ്റിൻ അളവ് കൂടുതലായതിനാൽ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ഡോക്ടർമാരുടെ വാദം. എന്നാൽ ക്രിയാറ്റിൻ അളവ് സാധാരണ നിലയിലായിരുന്നുവെന്നാണ് രക്തപരിശോധനാ ഫലത്തിൽ പറയുന്നത്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നത് തുടരുന്നു. യാത്രക്കാർ പ്രതിസന്ധിയിലായതോടെ മുന്നറിയിപ്പുമായി അധികൃതർ. പുതിയ ഫ്ലൈറ്റ് വിവരങ്ങൾക്കായി യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നത് തുടരുകയാണ്. യാത്രക്കാർ പ്രതിസന്ധിയിലായതോടെ ഇപ്പോൾ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പുതിയ ഫ്ലൈറ്റ് വിവരങ്ങൾക്കായി യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാങ്കേതിക തകരാറ് ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം കനത്ത തിരക്കടക്കം വിമാനത്താവളത്തിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാരടക്കം പ്രതിസന്ധിയിലാകുന്ന